നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്നും അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. വിമാനത്താവളത്തിലെ ലോഞ്ചിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താനായില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു നേരത്തെ കേരള ഹൌസ് അധികൃതരുടെ വാദം. എന്നാൽ പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഏകോപനമില്ലായ്മയാണ് യാത്ര മുടങ്ങാൻ കാരണമെന്ന് ഇന്നലെ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ യാത്രാ വിവരങ്ങൾ ഇൻഡിഗോ കമ്പനിക്ക് ഇമെയിൽ വഴി അയച്ചില്ലെങ്കിലും ഇത് വിമാനത്താവളത്തിൽ ലഭിച്ചില്ലെന്ന് പ്രോട്ടോകോൾ വിഭാഗം ഉറപ്പാക്കിയില്ല. തുടർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നാണ് കണ്ടെത്തൽ. VIP പരിഗണന പ്രകാരം വിമാനത്താവളത്തിനുള്ളിൽ ലഭിക്കേണ്ട ബഗ്ഗി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിലും ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നാണ് കോഴിക്കോട്ടേക്ക് ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ യാത്ര പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാത്തത് മൂലം മുടങ്ങിയത്. ഗേറ്റിന് സമീപം എത്തുമ്പോഴേക്കും വിമാനം പുറപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് യാത്ര തുടരാനായില്ല. വിമാനത്താവളത്തിൽ നേരത്തെ എത്തിയിട്ടും മുഖ്യമന്ത്രിയുടെ യാത്ര വൈകാൻ കാരണം പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഏകോപനമില്ലായ്മയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. VIP പരിഗണന പ്രകാരം വിമാനത്താവളത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവിന് ലഭിക്കേണ്ട സൗകര്യങ്ങളൊന്നും തന്നെ ഉറപ്പാക്കുന്നതിലും ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. വിമാന കമ്പനി അധികൃതരുമായി കൃത്യമായിട്ടൊരു ആശയവിനിമയം നടത്താൻ പറ്റാത്തതിലെ പോരായ്മകളാണ് ഇതിന് തടസ്സമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് അന്വേഷണം ആരംഭിക്കുകയും ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരിൽ നിന്നും രേഖാമൂലമുള്ള വിശദീകരണവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൃത്യമായിട്ടുള്ള നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഈ 10 വർഷക്കാലം ജനങ്ങളെയെല്ലാം തന്നെ തടഞ്ഞു നിർത്തി അവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ ചീറിപ്പായുകയും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ യാത്ര നടത്തിയിട്ടുള്ള ഒരാളല്ലേ, ഒരു തവണ ഇങ്ങനെ വന്നാൽ അതൊന്നും കുഴപ്പമില്ല, അതങ്ങ് ക്ഷമിച്ചേക്ക് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇതിനെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിലും കേരള നിയമസഭയിലും പ്രതിപക്ഷ നേതാവിനെ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ പ്രോട്ടോകോൾ പദവിയും ആനുകൂല്യങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ക്യാബിനറ്റ് മന്ത്രിമാർക്കൊപ്പമുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. ഇനി കേന്ദ്രത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിനെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ, മുഖ്യമന്ത്രിമാർ, അതായത് സംസ്ഥാനങ്ങൾക്ക് പുറമെ എന്നിവർക്കൊപ്പം 7ാം റാങ്കാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് സംസ്ഥാന ക്യാബിനറ്റ് പദവി, അതായത് ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർക്ക് ലഭിക്കുന്ന പ്രത്യേക വിമാനയാത്രാ പ്രോട്ടോകോൾ ആനുകൂല്യങ്ങൾ അതേപടി പ്രതിപക്ഷ നേതാവിന് ലഭിക്കില്ലെങ്കിലും അദ്ദേഹത്തിന്റെ യാത്രകൾ ഏകോപിപ്പിക്കാൻ ഔദ്യോഗികമായി പ്രോട്ടോകോൾ വിഭാഗം നിലവിലുണ്ട്. പ്രതിപക്ഷ നേതാവ് ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹി സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങൾ, വിമാന ടിക്കറ്റുകൾ, വിമാനത്താവളത്തിലെ VIP ലോഞ്ച് സൗകര്യങ്ങൾ എന്നിവ ഏകോപിപ്പിക്കേണ്ടത് ഡൽഹിയിലെ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ചുമതലയാണ്. മാത്രമല്ല, വിമാന കമ്പനികളുടെ വ്യവസ്ഥ, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയ ഉന്നത പദവികളിലുള്ളവർക്ക് വിമാന കമ്പനികൾ നേരിട്ടെത്തി VIP ലോഞ്ചിൽ നിന്നും വിമാനത്തിലേക്ക് അകമ്പടി സേവിക്കുന്ന പതിവുണ്ട്. എന്നാൽ സ്വകാര്യ വിമാന കമ്പനികളുടെ നിലവിലെ വ്യവസ്ഥയനുസരിച്ച് ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവിനെ ഇത്തരത്തിലുള്ള വ്യക്തിഗതമായ ബോർഡിംഗ് അറിയിപ്പുകൾ കമ്പനികൾ നേരിട്ട് നൽകാറില്ല. ഈ സാഹചര്യത്തിൽ ഔദ്യോഗിക പ്രോട്ടോകോൾ ഓഫീസറാണ് അദ്ദേഹത്തെ കൃത്യമായി ബോർഡിംഗ് ഗേറ്റിൽ എത്തിക്കേണ്ടത്. ഏതായാലും കേരള ഹൌസിൽ ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില പിഴവുകളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഡൽഹി യാത്ര മുടക്കിയിരിക്കുന്നത്. ഏതായാലും തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെയാണ് നടപടിയെടുത്തത്. ഇതിനെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാം, ജനങ്ങൾ പലരും വിമർശിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൃത്യമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു ഏകോപനമില്ലായ്മ, അല്ലെങ്കിൽ വിമാന കമ്പനികളുമായി സംസാരിക്കുന്നതിലുണ്ടായിട്ടുള്ള ഒരു ആശയവിനിമയത്തിലുണ്ടായിട്ടുള്ള പിഴവ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങാനുള്ള കാരണം എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്.